നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്നുള്ള വിമാനയാത്രയ്ക്ക് തവൽക്കന ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ് സൗദി വ്യോമയാന അധികൃതർ. തവൽക്കനയിൽ രേഖപ്പെടുത്തിയ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമായിരിക്കും ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ളവ ഇഷ്യൂ ചെയ്യുക എന്നും അധികൃതർ വ്യക്തമാക്കി. റെസിഡൻഷ്യൽ ID മുഖേന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവർ, രോഗം ബാധിക്കാത്തവർ, വാക്സിൻ സ്വീകരിച്ച് പ്രതിരോധം നേടിയവർ എന്നീ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. ഇതിന് വിരുദ്ധമായ ആരോഗ്യസ്ഥിതിയുള്ളവരുടെ യാത്ര റദ്ദ് ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതായത് മൊബൈലിൽ സ്വന്തം രജിസ്റ്റർ ചെയ്ത തവൽക്കന ആപ്ലിക്കേഷനിൽ ഈ 2 സ്റ്റാറ്റസുകൾ കാണിക്കാത്തവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതല്ല. അതേസമയം ഒരു വ്യക്തിക്ക് കൊറോണ വൈറസ് ബാധയില്ലെന്നതിന് തെളിയിക്കാൻ മറ്റു രേഖകൾ ഹാജരാക്കേണ്ടി വരില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് സർവീസ് നടത്തുന്ന മുഴുവൻ എയർലൈനുകൾക്കും വിവരം കൈമാറിയിട്ടുണ്ടെന്നും യാത്രക്കാരുടെ വിവരങ്ങൾ തവൽക്കന ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് അസീസ് അൽ ദുവൈജ് പറയുകയുണ്ടായി. ഇതുകൂടാതെ ഓൺലൈൻ ബുക്ക് ചെയ്തവരുടെ ആരോഗ്യസ്ഥിതി അംഗീകൃത സ്റ്റാറ്റസിൽ നിന്ന് വ്യത്യാസപ്പെട്ടാൽ അവരുടെ യാത്ര റദ്ദു ചെയ്തതായി SMS മുഖേന വിവരമറിയിക്കുകയും ചെയ്യും. ഇങ്ങനെ യാത്ര മുടക്കിയവർ ടിക്കറ്റ് പണം തിരികെ നൽകുന്നതുൾപ്പെടെയുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ പറഞ്ഞു. ആരോഗ്യ നിർദ്ദേശങ്ങളും മുൻകരുതൽ നടപടികളും പരിശോധിക്കാൻ വിമാനത്താവളങ്ങളിൽ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും GSA അറിയിച്ചു. ലംഘകരെ കണ്ടെത്തുന്നതിന് വിമാനത്താവളങ്ങൾ, GSA കെട്ടിടങ്ങൾ, മറ്റിടങ്ങൾ എന്നിവയിൽ സുരക്ഷാ സേനയുമായി സഹകരിച്ച് പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. ശരീര താപനില അളക്കൽ, സ്ക്രീനിംഗ് പോയിന്റുകൾ, തവൽക്കന ആപ്ലിക്കേഷൻ പരിശോധന എന്നിവയ്ക്കായി ഒരു പ്രോട്ടോകോൾ ഓഫീസറെയും 250ഓളം മേൽനോട്ട ചുമതലക്കാരെയും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വിമാനത്താവളങ്ങളിലും മറ്റ് സൗകര്യങ്ങളിലും യാത്രക്കാർക്ക് അവബോധ സന്ദേശങ്ങളും വിദ്യാഭ്യാസവും നൽകി മുൻകരുതൽ, പ്രതിരോധ, ആരോഗ്യ നടപടികൾ പാലിക്കാൻ വിമാനത്താവളത്തിലെ എല്ലാ കമ്പനികളോടും ഷോപ്പിംഗ് സെന്ററുകളോടും വ്യോമയാന അതോറിറ്റി നിർദ്ദേശിക്കുകയുണ്ടായി. ആരോഗ്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കൊറോണ വൈറസ് പടരാതിരിക്കാനും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും എല്ലാ മുൻകരുതലുകളും അതോറിറ്റി നടപ്പാക്കുന്നതായി അൽ ദുവൈജ് വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.